എവരിവൺ, ഫിസിക്സ് ബോസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പ്ലസ് 2 ഫിസിക്സിലെ ചാപ്റ്റർ 4 ആയിട്ടുള്ള മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന ചാപ്റ്ററിന്റെ പാർട്ട് 1 വീഡിയോ ആണ്. അപ്പം ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കണ്ടന്റുകൾ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പം ഈ ചാപ്റ്ററിൽ നമ്മൾ എടുക്കാൻ പോകുന്ന പ്രധാനമായിട്ടുള്ള കണ്ടന്റുകൾ ഇവയൊക്കെയാണ്. അത് നമുക്ക് ഏതൊക്കെയെന്ന് പരിശോധിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്ന കണ്ടന്റ് ലോറൻസ് ഫോഴ്സിനെ കുറിച്ചാണ്. സെക്കൻഡ് വൺ ഫാക്ടേഴ്സ് ഡിപെൻഡിങ് ഓൺ ലോറൻസ് ഫോഴ്സ്. തേർഡ് വൺ വെലോസിറ്റി സെലക്ടർ. ആൻഡ് ഫോർത്ത് വൺ റേഡിയസ്, ടൈം പീരീഡ്, ഫ്രീക്വൻസി ആൻഡ് ഫ്രീക്വൻസി ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എ യൂണിഫോം സർക്കുലർ പാത്ത്. ഓക്കെ, പിന്നെ നമ്മൾ എടുക്കാൻ പോകുന്നത് ബയോട്ട് സാവാർട്ട് ലോ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വേഗം തന്നെ ഇതിന്റെ ഫസ്റ്റ് പാർട്ടിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് പാർട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പൊ ചാപ്റ്ററിന്റെ പേര് എന്തായിരുന്നു? മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്നാണ് ചാപ്റ്ററിന്റെ പേര് അല്ലെ. അങ്ങനെയാണെങ്കിൽ മൂവിംഗ് ചാർജസിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം ഈ മൂവിംഗ് ചാർജസ് ഏത് ഫീൽഡാണ് ഉണ്ടാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ മൂവിംഗ് ചാർജസിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളതെന്ന് ആദ്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ മാഗ്നറ്റിസം എന്താന്ന് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പം സപ്പോസ് നമ്മൾ ഇതിന് ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് നമ്മൾ ഒരു ചാർജിനെ കുറിച്ചാണ് ആദ്യം പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം ചാർജിനെ കുറിച്ച് പറയാം. ഓക്കെ, നമ്മളിവിടെ ഒരു ചാർജ് ഉണ്ട്. ഈ എങ്ങനെയുള്ള ചാർജാണ്? ഈ ചാർജ് റെസ്റ്റിലാണ് നിൽക്കുക, അതായത് ചാർജ് അറ്റ് റെസ്റ്റ്, അതായത് ചാർജ് അറ്റ് റെസ്റ്റ്. അപ്പൊ റെസ്റ്റിൽ ഒരു ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് ഉണ്ടാക്കുന്ന ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡാണ്. എന്താണ്? ഇലക്ട്രിക് ഫീൽഡാണ്. ഒരു സ്റ്റേഷനറി ചാർജോ അല്ലെങ്കിൽ ചാർജ് അറ്റ് റെസ്റ്റിൽ നിൽക്കുന്ന ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചാർജ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡാണ് പ്രൊഡ്യൂസ് ചെയ്യുക. സപ്പോസ് അതേപോലെ തന്നെ നമ്മളൊരു ചാർജ് ഉണ്ട്. ആ ചാർജ് എങ്ങനെയാണ്? മൂവിംഗ് ആണ്. എന്താണ്? മൂവിംഗ് ആണ്. ഒരു മൂവിംഗ് ചാർജ് ആണ്. അതായത് മൂവിംഗ് ചാർജ്, അതായത് ക്യൂ എന്നുള്ള ഒരു ചാർജ് ആണ്. അതെങ്ങനെ? മൂവിംഗ് ചാർജ് ആണ്. മൂവിംഗ്, ഈ ചാർജ് മൂവ് ചെയ്യാണ് വിത്ത് എ വെലോസിറ്റി വി എന്ന വെലോസിറ്റി ക്യൂ എന്ന ചാർജ് മൂവ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബോത്ത് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? മൂവിംഗ് ചാർജസ് രണ്ട് ഫീൽഡുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഒന്ന് ഇലക്ട്രിക് ഫീൽഡും മറ്റേത് മാഗ്നറ്റിക് ഫീൽഡുമാണ്. ഓക്കെ, അപ്പൊ ചാർജ് റെസ്റ്റിലാണെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ത് ചെയ്യുക? ഇലക്ട്രിക് ഫീൽഡ് മാത്രമാണ്. ഈ കാര്യമാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ അതിന്റെ ബാക്കി ഭാഗത്തേക്ക് പോവാണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ലോറൻസ് ഫോഴ്സ് എന്താണ്. ഓക്കെ, ഇപ്പൊ ലോറൻസ് ഫോഴ്സ് എന്താ കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. സപ്പോസ് എന്റെ കയ്യിൽ ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. എന്താണ്? യൂണിഫോം ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ശ്രദ്ധിക്കുക, ഒരു യൂണിഫോം ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഈ യൂണിഫോം ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിലേക്ക് ഞാൻ എന്ത് ചെയ്യുക? ക്യൂ എന്ന ചാർജ് വെച്ച് കൊടുക്കുകയാണ്. ഈ ക്യൂ എന്ന ചാർജിനെ ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യാന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഈ ക്യൂ എന്ന ചാർജ് ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്, അതായത് ഫോഴ്സ് ഓൺ ചാർജ്ഡ് പാർട്ടിക്കിളിനെ ഇലക്ട്രിക് ഫീൽഡ്, ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ ആണ് F ഈക്വൽ ടു Q ഇൻറ്റു ഇ, അതായത് F ഈക്വൽ Q ഇൻറ്റു ഇ. ശ്രദ്ധിക്കാലോ. അപ്പൊ ഫോഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ചാർജ്ഡ് പാർട്ടിക്കിൾ ഇലക്ട്രിക് ഫീൽഡിൽ കാണാനുള്ള ഇക്വേഷൻ F ഈക്വൽ ടു Q ഇ. അപ്പൊ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡിൽ ആയതുകൊണ്ട് ഈ ഒരു ഇലക്ട്രിക് ഫീൽഡിനെ പറയുന്ന പേരാണ് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ്. എന്താണ്? ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ്, എഫ് ഇ എന്ന് പറയാൻ പറ്റും. ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് F ഈക്വൽ ടു Q ഇൻറ്റു ഇ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇതേമാതിരി തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? മാഗ്നറ്റിക് ഫീൽഡ് എടുക്കുക. അതായത് യൂണിഫോം ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് എടുക്കുക. ഈ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുക? Q എന്ന ചാർജിനെ കൊണ്ടുവയ്ക്കുക. ഈ Q എന്ന ചാർജിനെ കൊണ്ടുവയ്ക്കുക. ശ്രദ്ധിക്കുക, Q എന്ന ചാർജിനെ നമ്മൾ എന്ത് ചെയ്യുക? ഈ മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, അപ്പൊ ഇത് എന്ത് ചെയ്യുക? മൂവ് ചെയ്യുമല്ലോ, ഇത് മൂവ് ചെയ്യും. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഇതേമാതിരി തന്നെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സ് എന്ന് പറഞ്ഞാല് എഫ് ബി എന്നാ പറയാം. എന്താണ്? എഫ് ബി ഈക്വൽ ടു Q ഇൻറ്റു വി ക്രോസ് പി, ഫിസിക്കലി Q ഇൻറ്റു വി ക്രോസ് പി. ഈ ബി എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ബി എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ചാർജ് പാർട്ടിക്കിളിനെ മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിനെ പറയുന്ന പേരാണ് എഫ് ബി. എന്താണ്? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് എഫ് ബി എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. അപ്പൊ ലോറൻസ് ഫോഴ്സ് രണ്ട് രീതിയിലുള്ള ലോറൻസ് ഫോഴ്സ് ഉണ്ട്. ഒന്ന് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് ഉണ്ട്, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഉണ്ട്. ഓക്കെ, ഇതിനെ നമ്മൾ പറയുന്നതാണ് എന്ത് ചെയ്യുക? കോമൺ ആയിട്ട് ലോറൻസ് ഫോഴ്സ് എന്നാണ് പറയുന്നത്. എന്താണ്? ലോറൻസ് ഫോഴ്സ് എക്സ്പീരിയൻസ് ആണ് പാർട്ടിക്കിൾ എന്നാണ്. ഒരു പാർട്ടിക്കിൾ എക്സ്പീരിയൻസ് അല്ല ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, അതായത് ലോറൻസ് ഫോഴ്സ് എഫ് എൽ എന്നാണ്. എഫ് എൽ ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് പ്ലസ്
മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ് എന്ന് പറയാം. എന്താണ് ഇലക്ട്രിക് ലോറന്റ് ഫോഴ്സ് അല്ലെങ്കിൽ ലോറന്റ് ഫോഴ്സ് ഈക്വൽ ടു ഇലക്ട്രിക് ലോറന്റ് ഫോഴ്സ് പ്ലസ് മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ് എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, അപ്പൊ ഇതിന്റെ രണ്ടിനും സമ്മാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? ലോറന്റ് ഫോഴ്സ് FL ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ലോറന്റ് ഫോഴ്സ് പ്ലസ് മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ്. ഓക്കെ, ഇലക്ട്രിക് ലോറന്റ് ഫോഴ്സ് നമുക്ക് ഇക്വേഷൻ അറിയാം. FE ഇക്വേഷൻ എന്താ? ഇലക്ട്രിക് ലോറന്റ് ഫോഴ്സ് ഇതാ FE ഈസ് ഈക്വൽ ടു Q ഇൻറ്റു V ക്രോസ് B എന്ന് പറയാം. അതായത് മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ് എന്തേനു? Q ഇൻറ്റു V ക്രോസ് B ആണ്. ഓക്കെ, മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ് ഈക്വൽ Q ഇൻറ്റു V ക്രോസ് B. ഇലക്ട്രിക് ലോറന്റ് ഫോഴ്സ് ഈക്വൽ ടു Q ഇൻറ്റു E എന്നാണ്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ QE പ്ലസ് Q ഇൻറ്റു V ക്രോസ് B എന്ന് എഴുതിയാൽ മതി. അതായത് അപ്പൊ എങ്ങനെ എഴുതി കൂടെ? ഈ Qനെ നമ്മൾ എന്ത് ചെയ്യും? പുറത്തെടുക്കാം. Q ഇൻറ്റു E പ്ലസ് V ക്രോസ് B എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ലോറന്റ് ഫോഴ്സിന്റെ ഇക്വേഷൻ കിട്ടി. എന്താണ് കിട്ടിയത്? FL is equal to Q into V cross B. അപ്പൊ ലോറന്റ് ഫോഴ്സിന്റെ ഇക്വേഷനിൽ FL is equal to എന്താ? Q into E plus V cross B എന്നുള്ള ഇക്വേഷൻ കിട്ടി. ഇതാണ് എന്ത് ചെയ്യുക? ലോറന്റ് ഫോഴ്സിന്റെ ഇക്വേഷൻ. അപ്പൊ ലോറന്റ് ഫോഴ്സ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ സം ഓഫ് എന്താ? ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രിക് ഫോഴ്സ് പ്ലസ് മാഗ്നറ്റിക് ഫോഴ്സ്, അല്ലെങ്കിൽ ഇലക്ട്രിക് ലോറന്റ് ഫോഴ്സ് പ്ലസ് മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സിനെ പറയുന്ന പേരാണ് ടോട്ടൽ ലോറന്റ് ഫോഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ നെറ്റ് ലോറന്റ് ഫോഴ്സ് എന്ന് പറയാം. അപ്പം ഇതാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കേണ്ട കാര്യം. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? ലോറന്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു എന്താ? ഇലക്ട്രിക് ലോറന്റ് ഫോഴ്സ് പ്ലസ് മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ്. ഈ കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിക്കുന്നത്. ഇനി എന്ത് ചെയ്യുക? നമ്മൾ അതിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോവാണ്. ഓക്കെ, അപ്പം നമുക്ക് ലോറന്റ് ഫോഴ്സ് എന്താ കാര്യങ്ങൾ കിട്ടി. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദ ലോറന്റ് ഫോഴ്സ്. ലോറന്റ് ഫോഴ്സിനെ ഡിപെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഇവിടെ ഉള്ളത് ഓക്കെ നമുക്ക് ഫാക്ടേഴ്സ് ഡിപെൻഡ്സ് ഓൺ ലോറന്റ് ഫോഴ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഒരു ഇക്വേഷൻ കാര്യങ്ങൾ നമുക്കറിയാം അല്ലെ, പഠിച്ചത്. ഓക്കെ, അപ്പൊ കഴിഞ്ഞതിൽ പഠിച്ച ഇക്വേഷൻ F ഈസ് ഈക്വൽ ടു Q ഇൻറ്റു V ക്രോസ് B. അതായത് ഇപ്പം ഇതെന്ന് പറയുന്നത് ലോറന്റ് ഫോഴ്സ് ആണ്. അത് മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ് നമുക്ക് പറയാം, അല്ലെങ്കിൽ സിംപ്ലി എന്ത് ചെയ്യാം? ലോറന്റ് ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് F ഈസ് ഈക്വൽ ടു Q ഇൻറ്റു V ക്രോസ് B. അപ്പൊ ഈ മൂവിംഗ് ചാർജസിന്റെ കേസിലാണ് എന്ത് ചെയ്യുക? ഈ മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ് നമുക്ക് അറിയാൻ പറ്റുക. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ ലോറന്റ് ഫോഴ്സ് ഡിപെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെ ഫാക്ടേഴ്സിനെ ലോറന്റ് ഫോഴ്സ് ഡിപെൻഡ് ചെയ്യാൻ നോക്കാം. അപ്പൊ നമുക്ക് ഇക്വേഷൻ പ്രകാരം തന്നെ ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, അത് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. Q ചാർജിനെ ഡിപെൻഡ് ചെയ്യും. എന്താണ് നമുക്കിവിടെ പറയാൻ പറ്റും? സിംപ്ലി ചാർജിനെ ഡിപെൻഡ് ചെയ്യും. ഓക്കെ, സെക്കൻഡ് എന്ത് ചെയ്യാം? നമുക്ക് ഈ ഇലക്ട്രിക് ലോറന്റ് ഫോഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ലോറന്റ് ഫോഴ്സ് എന്ത് ചെയ്യാം? ലോറന്റ് ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ് ഫീൽഡ് കമ്പോണന്റ്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് കമ്പോണന്റിനും അതുപോലെ ഇലക്ട്രിക് ഫീൽഡ് കമ്പോണന്റിന്റെ ലോറന്റ് ഫോഴ്സ് ഡിപെൻഡ് ചെയ്യും. അടുത്ത ഫോഴ്സ് ഇതാണ്. നോ ലോറന്റ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ചാർജ്ഡ് പാർട്ടിക്കിൾ വെൻ ചാർജ് ഈസ് അറ്റ് റെസ്റ്റ്. ഒരു ചാർജ് റെസ്റ്റിലാണെങ്കിൽ ലോറന്റ് ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഇതിനെ കുറിച്ചൊന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ചാർജിനെ കുറിച്ചാണ്. ഓക്കെ, ചാർജിനെ കുറിച്ചാണ്. അപ്പൊ ചാർജിനെ കുറിച്ച് പറയുമ്പോൾ അതായത് ലോറന്റ് ഫോഴ്സ് ചാർജിനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അതെങ്ങനെയാണ്? ഇപ്പൊ സപ്പോസ് ഒരു ചാർജ് ഉണ്ട്, എന്റെ പ്ലസ് Q ചാർജ് ഉണ്ട്, പ്ലസ് Q ചാർജ് ആണ്. അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഫോർവേഡ് ആണ് വിചാരിക്കുക. എന്താണ്? ഫോർവേഡ് ആണ്. ക്ലിയർ ആണോ? മനസ്സിലായോ? അപ്പൊ ഒരു Q എന്ന ചാർജിലേക്ക് എക്സ്പീരിയൻസ് ലോറന്റ് ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെയും ഫോർവേഡ് ആണ് മൂവ് എന്ന് വിചാരിക്കുക. അതായത് പ്ലസ് Qയിലേക്കാണ് ചാർജ് ആക്ട് ചെയ്യണമെങ്കിൽ അതിന്റെ പ്ലസ് ഫോർവേഡ് ഡയറക്ഷനിലേക്കാണ് ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നെഗറ്റീവ് ചാർജിലേക്ക് ആക്ട് ചെയ്യുമ്പോൾ ലോറന്റ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് ഓപ്പോസിറ്റ് ചാർജിലേക്കാണ് സഞ്ചരിക്കുക, അതായത് ബാക്ക്വേർഡിലേക്ക് പോവുക. ഓക്കെ, മനസ്സിലായോ? അപ്പൊ Q അതായത് ലോറന്റ് ഫോഴ്സ് എന്തിനെ ഡിപെൻഡ് ചെയ്യും? ചാർജിനെ ഡിപെൻഡ് ചെയ്തിരിക്കും. അപ്പൊ ചാർജിനെ ഡിപെൻഡ് ചെയ്ത് എന്ത് ചെയ്യുക? ലോറന്റ് ഫോഴ്സ് ഇരിക്കുന്നു മനസ്സിലാക്കാം. ഓക്കെ, സെക്കൻഡ് പോയിന്റ് എന്താ നമ്മൾ പറഞ്ഞത്? സെക്കൻഡ് പോയിന്റ് എന്ത് ചെയ്യുക? ലോറന്റ് ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് കമ്പോണന്റ്. ഓക്കെ, അപ്പൊ ലോറന്റ് ഫോഴ്സ് എന്ത് ചെയ്യുക? ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡ് കമ്പോണന്റ് ഡിപെൻഡ് ചെയ്തിരിക്കുന്നതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതായത് ഇപ്പൊ സപ്പോസ് നമ്മൾ വിചാരിക്കുക ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു കമ്പോണന്റിനെ V എന്ന് കൊടുക്കുക, ഈ കമ്പോണന്റിനെ നമ്മൾ എന്ത് ചെയ്യുക? മാഗ്നറ്റിക് ഫീൽഡ് എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പൊ ലോറന്റ് ഫോഴ്സ് എന്താ? FL ഈസിക്കൽ ടു എന്താ? അല്ലെങ്കിൽ F ഈസിക്കൽ ടു എന്താ? സിംപ്ലി F ഈസിക്കൽ ടു ഒരു മിനിറ്റ്, സിംപ്ലി F ഈസിക്കൽ ടു Q ഇൻറ്റു V ക്രോസ് B. ലോറന്റ് ഫോഴ്സ് F ഈസിക്കൽ Q ഇൻറ്റു V ക്രോസ് B എന്നാണ്. ഓക്കെ, V നമ്മൾ X ആക്സിസിൽ കൊടുക്കുക, B എന്ത് ചെയ്യുക? അതുപോലെ തന്നെ Y ആക്സിസിൽ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ലോറന്റ് ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും? ഈ ഡയറക്ഷനിലേക്കായിരിക്കും. അതായത് ഇപ്പൊ മൂന്ന് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇപ്പൊ മ്യൂച്വലിന്റെ പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, അപ്പം ലോറന്റ് ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് B ആൻഡ് V. ബിക്കും വിക്കും എന്ത് ചെയ്യുക? നമ്മൾ എന്ത് ചെയ്യുക? ലോറന്റ് ഫോഴ്സ് എന്ത് ചെയ്യുക? പെർപെൻഡിക്കുലർ ആയിരിക്കും എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് ആണ്.
മൂന്നാമത്തെ പോയിന്റ്, അതായത് ഒരു ചാർജ് റെസ്റ്റിലാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, ലോറന്റ് ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യണില്ല. ഓക്കെ, അപ്പൊ ഒരു ചാർജ് ഉണ്ട്, ഈ ചാർജ് എന്ന് പറഞ്ഞാൽ ക്യൂ എന്നുള്ള ചാർജ് ഉണ്ട്. അപ്പൊ അത് റെസ്റ്റിലാണെന്ന് പറയുകയാണെങ്കിൽ, ഒരു ചാർജ് റെസ്റ്റിലാണെന്ന് പറയുകയാണെങ്കിൽ അവിടെ എന്താണ് വെലോസിറ്റി എന്തായിരിക്കും, 0 ആയിരിക്കും. ഒരു ചാർജ് റെസ്റ്റിലാണ്, അപ്പൊ മൂവ് ചെയ്യണില്ല, ആ ചാർജ് എന്ത് ചെയ്യുക, ഒരു വെലോസിറ്റി ഉണ്ടാവില്ല. ആ വെലോസിറ്റി ഇല്ല എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, ലോറന്റ് ഫോഴ്സ് ഒന്നും ആക്ട് ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ഇപ്പൊ ഇക്വേഷൻ F is equal to എന്താ, നമുക്കൊന്നും ചെയ്താ, ഓക്കെ, F is equal to Q into V cross B എന്നല്ലേ. ഇവിടെ വെലോസിറ്റി 0 ആയി കഴിഞ്ഞാൽ, അതായത് വെലോസിറ്റി 0 ആണ്, വെലോസിറ്റി 0 ആണെങ്കിൽ ലോറന്റ് ഫോഴ്സ് F is equal to എന്തായിരിക്കും, 0 ആയിരിക്കും. ക്ലിയർ ആണല്ലോ. അപ്പൊ ചാർജ് റെസ്റ്റിലാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, യാതൊരു വിധത്തിലുള്ള ലോറന്റ് ഫോഴ്സ് എന്ത് ചെയ്യുക, ആക്ട് ചെയ്യണില്ല എന്ന് ആദ്യം മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് പറയാനുള്ളത്. അതായത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദ ലോറന്റ് ഫോഴ്സ്, ലോറന്റ് ഫോഴ്സിനെ ഡിപെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. ഓക്കെ, ഇതിന്റെ ബാക്കി ഭാഗത്തേക്ക് പോകാം. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് വെലോസിറ്റി സെലക്ടർ ആണ്. ഓക്കെ, അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്, വെലോസിറ്റി സെലക്ടർ. ഓക്കെ, സപ്പോസ് സിമ്പിൾ ഇത്ര കാര്യങ്ങളുള്ളൂ. നമുക്ക് വേണ്ട വെലോസിറ്റിയെ നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അതിനെ പറയുന്നതാണ് വെലോസിറ്റി സെലക്ടർ എന്ന് പറയാം. അത് നമുക്ക് വേണ്ട വെലോസിറ്റി നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് വെലോസിറ്റി സെലക്ടർ എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ എന്റെ കയ്യിൽ സപ്പോസ് കുറെ നമ്പർ ഓഫ് ചാർജസ് ഉണ്ട്. അത് Q1 ഉണ്ട്, Q2 ഉണ്ട്, Q3 ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന് എന്ത് ചെയ്യുക, ഈ ചാർജ് മൂവ് ചെയ്യാണ്. അപ്പൊ അതിന് ഓരോ വെലോസിറ്റി ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പം വെലോസിറ്റി Q1 ചാർജിന് വെലോസിറ്റി V1, Q2 ചാർജിന് വെലോസിറ്റി V2, Q3 ചാർജിന് വെലോസിറ്റി V3 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഈ വെലോസിറ്റി ഏതെങ്കിലും നമുക്ക് സപ്പോസ് നമുക്കൊരു V2 വെലോസിറ്റിയാണ് വേണ്ടതെന്ന് വിചാരിക്കുക. അപ്പം V2 വെലോസിറ്റി മാത്രം എന്ത് ചെയ്യുക, നമ്മൾ സെലക്ട് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അതായത് V1നെയും V3യും നമ്മൾ എന്ത് ചെയ്യുക, നെഗ്ലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡിഫ്ലക്ട് ചെയ്ത് ഒഴിവാക്കുക. ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത് ചെയ്യുക, വെലോസിറ്റി സെലക്ട് എന്ന് പറയും. അപ്പൊ ഇതിനെ കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ ഒന്ന് പറയാൻ പോവാണ്, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് യൂണിഫോം ആയിട്ടുള്ള ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് കമ്പോണന്റ് ആണ് വരയ്ക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഇപ്പോൾ സപ്പോസ് ഞാൻ അവിടെ വരയ്ക്കാൻ പോകുന്നത് യൂണിഫോം ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ വരച്ചത് യൂണിഫോം ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, മാഗ്നറ്റിക് ഫീൽഡിനെ വരയ്ക്കാൻ പോവാണ്. എന്താണ് മാഗ്നറ്റിക് ഫീൽഡ്? ഓക്കെ, യൂണിഫോം ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ശ്രദ്ധിക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക, നമ്മൾ ഇങ്ങനെ ഒരു ക്രോസ് ഇട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് അതിന്റെ അർത്ഥം എന്താ, നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടെങ്കിലും ഉള്ളിലേക്ക് കടന്നു പോകുന്ന വെക്കുക. ഉള്ളിലേക്ക് കടന്നു പോകുന്ന അതിനാണ് എന്ത് ചെയ്യുക, ഇങ്ങനെ കാണിക്കുക. അതായത് ഈ ഒരു സർക്കിൾ വരച്ച് ഒരു ക്രോസ് ചിഹ്നം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുക, ഈ സർക്കിളിന്റെ ഉള്ളിലേക്ക് കടന്നു പോവാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും നമ്മൾ എന്ത് ചെയ്യുക, പെർപെൻഡിക്കുലർ ആണ്. അതായത് E and B, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എന്ത് ചെയ്യുക, പെർപെൻഡിക്കുലർ ആണ്. ഈ ഒരു ചിഹ്നത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാം. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ്, ഉള്ളിലേക്ക്, ഇൻവേഴ്സ് ആണ്. എന്താണ് മാഗ്നറ്റിക് ഫീൽഡ്, ഇൻവേഴ്സ്, ഉള്ളിലേക്ക് പോവാന്ന് വിചാരിക്കുക. അതിനാണ് ഈ സിമ്പിൾ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ശ്രദ്ധിക്കുക, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ കുറെ ചാർജസ് ഉണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ചാർജ് ഉണ്ട്, Q1 ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു Q1 ഉണ്ട്, Q2 ഉണ്ട്, Q3 ഉണ്ട്. ഓക്കെ, ഈ ചാർജിനെ നമ്മൾ എന്ത് ചെയ്യുക, യൂണിഫോം ആയിട്ടുള്ള ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എന്ത് ചെയ്യുക, കടത്തിവിടുകയാണ്. ശ്രദ്ധിക്കുക, ഈ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും, എപ്പോഴും ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് കമ്പോണന്റ് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിലോട്ടായിരിക്കും. ഉള്ളിലേക്ക് എന്ന് വരയ്ക്കാൻ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുക, ഉള്ളിലേക്കാണ് പോവുക. അപ്പൊ എന്ത് ചെയ്യുക, മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലേക്കും ഈ ഒരു കമ്പോണന്റിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ Q എന്ന ചാർജിനെ കടത്തിവിടുക. ഈ Q എന്ന ചാർജിനെ കടത്തിവിടുക എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, ആ Q1, Q2, Q3 എന്ന 3 ചാർജ് ഉണ്ട്. അപ്പൊ ആ 3 ചാർജ് എന്ത് ചെയ്യുക, ഒരു ഗിവൺ വെലോസിറ്റി ഉണ്ടാവും. അപ്പം ഗിവൺ വെലോസിറ്റി ഉള്ള ഒരു ചാർജ് ഇതിലൂടെ കടന്നു പോവുകയാണ്. ഇത് V1 വെലോസിറ്റിയിൽ, ഇത് V2 വെലോസിറ്റിയിൽ, V3 വെലോസിറ്റിയിൽ. ഓക്കെ, സപ്പോസ് V1 ഉള്ള വെലോസിറ്റി, ഓക്കെ, ഇപ്പൊ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക, V1 എന്ന് പറഞ്ഞാൽ 10 ആണ് വിചാരിക്കുക അതിന്റെ വെലോസിറ്റി. ഓക്കെ, 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. V2 എന്ന് പറഞ്ഞാൽ 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. V3 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി, നമുക്ക് 3 വെലോസിറ്റിയിലാണ് ഇവ കടന്നു പോകുന്നത് വെക്കാം. അപ്പൊ അതിൽ നമുക്ക് കിട്ടേണ്ടത് ഇപ്പോൾ 20 മീറ്റർ പെർ സെക്കൻഡ്, അതായത് ഇപ്പം സപ്പോസ് ഈ 20 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ഉള്ള ഇതിന് മാത്രം നമുക്ക് മതി. ഓക്കെ, ആ വെലോസിറ്റി ഉള്ള ചാർജിന് മാത്രം മതി. അങ്ങനെയാണെങ്കിൽ ആ വെലോസിറ്റി ഉള്ള ചാർജിന് മാത്രം എന്ത് ചെയ്യുക, ഈ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിലൂടെ കടന്നു പോകാന്ന് വിചാരിക്കാം. ഈ കടന്നു പോകുന്ന സമയത്ത് ഈ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് കമ്പോണന്റിനെ നമ്മൾ എന്ത് ചെയ്യുക, ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യും. എന്താ, ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് കമ്പോണന്റ് എന്ത് ചെയ്യുക, ഈക്വൽ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അതായത് ഇലക്ട്രിക് ഫീൽഡ് മാറുന്നതനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് കമ്പോണന്റ് പരസ്പരം എന്ത് ചെയ്യുക, തുല്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. തുല്യമായി അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട V2 വെലോസിറ്റിനെ മാത്രം എന്ത് ചെയ്യുക,
കിട്ടുന്ന വരെ എന്ത് ചെയ്യുക, നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് തുല്യമായി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് V2 എന്നുള്ള വെലോസിറ്റി നമുക്ക് കിട്ടും. കാരണം ബാക്കിയുള്ള ഭാഗം എന്തായത് V1ഉം അതുപോലെ തന്നെ V3 എന്ത് ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യുക, ഡിഫ്ലക്ട് ചെയ്ത് രണ്ട് ഭാഗത്തേക്കും പോക്കും ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, കിട്ടേണ്ട വെലോസിറ്റി ആയി V3യെ കിട്ടും ചെയ്യും. ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത് ചെയ്യുക, ഈ വെലോസിറ്റി സെലക്ടർ എന്ന് പറയും. ഇപ്പൊ വെലോസിറ്റി സെലക്ടർ എന്താന്ന് പറഞ്ഞല്ലോ. ഓക്കെ, ഈ വെലോസിറ്റി സെലക്ടറിന്റെ ഒരു കണ്ടീഷൻ ഉണ്ട്. നമ്മൾ പറഞ്ഞല്ലോ ഇലക്ട്രിക് ഫീൽഡും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡും എന്ത് ചെയ്യുക, തുല്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡിന്റെ തുല്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പം ഇലക്ട്രിക് ഫീൽഡ് തുല്യമായി അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കുക, അവിടെ ഇലക്ട്രിക് ഫീൽഡിൽ ഉണ്ടാകുന്ന ഫോഴ്സിനാണ് അതായത് ഇലക്ട്രിക് ലോറന്റ് ഫോഴ്സ്. അതേപോലെ മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാകുന്ന ഫോഴ്സിന് പറയുന്ന മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാമല്ലോ. ഓക്കെ, അപ്പൊ ഇലക്ട്രിക് ലോറന്റ് ഫോഴ്സിന്റെ ഇക്വേഷൻ അതായത് FE = അതുപോലെ തന്നെ എന്ത് ചെയ്യുക, FB എന്ന് എഴുതാൻ പറ്റും. മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ് FB എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇലക്ട്രിക് ലോറന്റ് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ, QE = മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സിന്റെ ഇക്വേഷൻ Q × V × V. ഈ രണ്ട് ഇക്വേഷൻ നമുക്കറിയാം, നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എന്ത് ചെയ്യാം, വെട്ടിപ്പോകുന്ന കാര്യങ്ങൾ വെട്ടിപ്പോകാം. Q നമുക്ക് എന്ത് ചെയ്യാം, വെട്ടിപ്പോകാം. ബാക്കി എന്തുണ്ടാവും, E = V × B എന്ന് കിട്ടും. ഓക്കെ, അത് നമുക്ക് വെലോസിറ്റി കാണാം. വെലോസിറ്റി V = E/B എന്ന് കിട്ടി. ഓക്കെ, അപ്പം വെലോസിറ്റി സെലക്ടറിന് ഇക്വേഷൻ കിട്ടി. അപ്പം വെലോസിറ്റി കാണാൻ ഇക്വേഷൻ കിട്ടി. V = എന്താ, ഇലക്ട്രിക് ഫീൽഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ, കിട്ടേണ്ട വെലോസിറ്റി നമുക്ക് എന്ത് ചെയ്യാം, കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ എന്ത് വെലോസിറ്റി സെലക്ടർ എന്നുള്ള കൺസെപ്റ്റ് ആണ് പറഞ്ഞത്. അപ്പം ഇതിൽ എന്താ പറഞ്ഞത്, നമുക്ക് ഒരു ഗിവൺ വെലോസിറ്റിയാണ് കിട്ടേണ്ടത്. അപ്പം ദ റേഷ്യോ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ടു ദ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ വെലോസിറ്റി സെലക്ടർ അതായത് നമുക്ക് കിട്ടേണ്ട ഏത് വെലോസിറ്റി ആണോ ആ വെലോസിറ്റിയെ നമുക്ക് എന്ത് ചെയ്യാം, കിട്ടും. ഓക്കെ, അപ്പൊ ഇതൊരു സിമ്പിൾ ടെക്നിക്കാണ്. അപ്പം വെലോസിറ്റി ഫൈൻഡ് എന്ത് ചെയ്യുക, വെലോസിറ്റി സെലക്ടർ. അപ്പൊ വെലോസിറ്റി സെലക്ടറും വെലോസിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് V = E/V. അപ്പം ഇലക്ട്രിക് ഫീൽഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ വെലോസിറ്റി കിട്ടും. ഓക്കെ, അപ്പം എന്തൊക്കെ കാര്യങ്ങളൊപ്പം പറഞ്ഞെന്ന് മനസ്സിലാക്കാം. വെലോസിറ്റി സെലക്ടർ അതായത് ഒരു പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡിലെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ആൻഡ് ഇലക്ട്രിക് ഫീൽഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ചാർജിന് പ്ലേസ് ചെയ്യുക, കൊണ്ടുവയ്ക്കുകയാണ്. അപ്പൊ ഗിവൺ വെലോസിറ്റി V. അപ്പൊ നമുക്ക് കിട്ടേണ്ടത് ഒരു V2 എന്നുള്ള ഒരു വെലോസിറ്റി ആണെങ്കിൽ ബാക്കിയുള്ളതിനെ നമ്മൾ എന്ത് ഒഴിവാക്കുകയും ചെയ്യുക, ആ ഒരു ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, കിട്ടും ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ, ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡിനെ തുല്യമായിട്ട് എന്ത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ആ കമ്പോണന്റിനെ തുല്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ, കിട്ടേണ്ട വെലോസിറ്റി കിട്ടും ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് വെലോസിറ്റി സെലക്ടർ എന്നുള്ള കൺസെപ്റ്റ്. അപ്പൊ നമുക്ക് ബാക്കി ഭാഗത്തേക്ക് പോകാം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ റേഡിയസ്, ടൈം പീരീഡ്, ഫ്രീക്വൻസി ഓഫ് ചാർജഡ് പാർട്ടിക്കിൾ, യൂണിഫോം സർക്കുലർ പാത്ത്. അപ്പൊ ഒരു യൂണിഫോം സർക്കുലർ പാത്തിൽ ഒരു ചാർജ് പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, അവിടെ ഉണ്ടായ റേഡിയസ്, ടൈം പീരീഡ്, ഫ്രീക്വൻസി, ഈ മൂന്ന് നമ്മൾ കാണാൻ പോവാണ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂണിഫോം ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് വരയ്ക്കണം. അപ്പം നമ്മൾ യൂണിഫോം ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പൊ യൂണിഫോം ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ആണ് വിചാരിക്കുക. അപ്പൊ ഈ യൂണിഫോം ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ചാർജ് പാർട്ടിക്കിളിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് എൻ്റർ ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ യൂണിഫോം ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ് പാർട്ടിക്കിൾ എന്ത് ചെയ്യുക, പെർപെൻഡിക്കുലർ ആയിട്ടാണ് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സപ്പോസ് എ ചാർജ് പാർട്ടിക്കിൾ എൻറ്ററിങ് പെർപെൻഡിക്കുലർ. അപ്പോൾ Q എന്ന ചാർജ് പാർട്ടിക്കിൾ ഉണ്ട് കേട്ടോ, അത് പെർപെൻഡിക്കുലർ ആയിട്ട് ഇതിലേക്ക് എൻ്റർ ചെയ്യാണ്. അപ്പം ഇതിന്റെ ചാർജ്, അപ്പം ശ്രദ്ധിക്കുക, അപ്പോൾ ഇവ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. ഓക്കെ, ഇവ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലോറന്റ് ഫോഴ്സ് F എഴുതിക്കൂടെ, F Q × V × B അല്ലേ, Q × V × B. ഓക്കെ, ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഓക്കെ, നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ടുള്ള കമ്പോണന്റ് കോസ് തീറ്റ ആണ്, ഈ മുകളിലേക്കുള്ള കമ്പോണന്റ് എന്താ, സൈൻ തീറ്റ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എഴുതാൻ പറ്റും, മുകളിലായിട്ടുള്ള കമ്പോണന്റ് അതായത് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് ചെയ്യുക, മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ സൈൻ തീറ്റ കമ്പോണന്റ് ആണ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ F Q × VB × സൈൻ തീറ്റ. ഓക്കെ, ശ്രദ്ധിക്കുക, ഇവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, 90 ഡിഗ്രിയാണ്. കാരണം എന്താ, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ തന്നെ ക്യൂം അതായത് ചാർജും പോണ കമ്പോണന്റ് എന്താ, കമ്പോണന്റ് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ F Q × VB × സൈൻ 90. ഓക്കെ, അപ്പൊ എന്താ കിട്ടിയത്, F QVB സൈൻ 90. സൈൻ 90 എന്ന് പറഞ്ഞാൽ എന്താ, 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, F QVB എന്ന് കിട്ടും. അപ്പൊ എന്ത് കിട്ടി, F എന്താ, QVB എന്ന് കിട്ടി. ഓക്കെ, അപ്പം എന്താണ് കിട്ടിയത്, F QVB നമുക്ക് കിട്ടി. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ കിട്ടിയ ഫോഴ്സും കാര്യങ്ങളാണ് കിട്ടിയത്. ശ്രദ്ധിക്കുക, ഇപ്പോൾ സപ്പോസ് നമ്മളിവിടെ എടുത്ത കാര്യം എന്ന് വെച്ചാൽ യൂണിഫോം ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എന്ത് ചെയ്യുക, ഒരു പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഒരു ചാർജ് മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചാർജ് പാർട്ടികൾ എൻ്റർ ചെയ്യുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, പെർപെൻഡിക്കുലർ ആയിട്ടൊരു ചാർജ് പാർട്ടികൾ യൂണിഫോം ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യുക, ഒരു ഡീവിയേഷൻ വരും, അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ വരും. ആ ഡിഫ്ലക്ഷൻ വന്നിട്ട് ഇവ എന്ത് ചെയ്യും, ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് ഇവ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു സർക്കുലർ പാത്തിലേക്ക് മൂവ് ചെയ്യും.
മനസ്സിലാക്കുക. അതായത് ഒരു ചാർജർ പാർട്ടിക്കിൾ ഒരു ചാർജ് പിടിക്കൽ യൂണിഫോം ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവ എന്ത് ചെയ്യുക, ഒന്ന് ഡിഫ്ലക്ഷൻ സംഭവിച്ചിട്ട് ഒരു സർക്കുലർ പാത്തിൽ എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഈ സർക്കുലർ പാത്തിൽ എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു സർക്കുലർ പാത്തിൽ ഒരു ചാർജ് പാർട്ടിക്കിൾ റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്, അതായത് മാഗ്നറ്റിക് ഫീൽഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ സപ്പോസ് ഈ ഒരു ചാർജ് പാർട്ടിക്കിളിന്, അതായത് ഈ ഒരു ചാർജ് പാർട്ടിക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു റേഡിയസ് ഉണ്ടാവും. ഈ ചാർജ് പാർട്ടിക്കിൾ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിൽ റേഡിയസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ റേഡിയസും കാര്യങ്ങളും നമുക്ക് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ടൈം പീരീഡും ഫ്രീക്വൻസിയും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ സപ്പോസ് ഒരു ചാർജ് പാർട്ടിക്കിൾ ശ്രദ്ധിക്കുക, ഒരു ചാർജ് പാർട്ടിക്കിൾ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക, ഒരു ചാർജ് പാർട്ടിക്കിൾ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ, ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ കാര്യങ്ങളും മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഫോഴ്സിനെ പറയുന്ന പേരാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. എന്താണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്? ഓക്കെ, അപ്പൊ സപ്പോസ് എ ചാർജ് പാർട്ടിക്കിൾ മൂവിംഗ് ഇൻ എ സർക്കുലർ പാത്ത്, there is a force is called as centripetal force. ഓക്കെ, അപ്പൊ സെൻട്രിപെറ്റൽ ഫോഴ്സ് കാണുന്ന ഇക്വേഷൻ ഉണ്ട് എഫ് സി എന്നാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് എഫ് സി എന്ന് പറയും. ഓക്കെ, അതായത് നമുക്കൊന്നുകൂടി എഴുതാം. സെൻട്രിപെറ്റൽ ഫോഴ്സ് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് സി എന്നാണ് കേട്ടോ. ഫോഴ്സ് എഫ് സി ഇസിക്കൽ ടു എം വി സ്ക്വയർ ഡിവൈഡർ ബൈ ആർ. ഇതിനാണ് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. അപ്പൊ സെൻട്രിപെറ്റൽ ഫോഴ്സ് എഫ് സി ഇസിക്കൽ ടു എം വി സ്ക്വയർ ഡിവൈഡർ ബൈ ആർ എന്ന് കിട്ടി. ഓക്കെ, സപ്പോസ് അതേപോലെ തന്നെ നമുക്കറിയാം ലോറന്റ് ഫോഴ്സിന്റെ ഇക്വേഷൻ കാര്യങ്ങൾ അറിയില്ലേ. എഫ് ഇസിക്കൽ ടു എന്തിന് ക്യൂ വി ബി, എഫ് ഇസിക്കൽ ടു ക്യൂ വി ബി. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഓക്കെ, ശ്രദ്ധിക്കുക, ഇപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടി. എന്താ കേട്ടത്? ഒന്ന് സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ കിട്ടി, എഫ് സി ഇസിക്കൽ ടു എം വി സ്ക്വയർ ഡിവൈഡർ ബൈ ആർ എന്ന് കിട്ടി. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ആണ് എഫ് ഇസിക്കൽ ടു ക്യൂ വി ബി. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ എന്തെന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ കമ്പയറിംഗ് ഇക്വേഷൻ 1 and 2. അപ്പം 1ഉം 2ഉം ഞാൻ കമ്പയർ ചെയ്താ അപ്പൊ എനിക്ക് എന്താ കിട്ടുക നോക്കാം. ഓക്കെ, അപ്പൊ അതായത് ക്യൂ വി ബി ഈക്വൽ ടു, അതായത് എം വി സ്ക്വയർ ഡിവൈഡർ ബൈ ആർ, അതായത് ക്യൂ വി ബി ഈക്വൽ ടു എം വി സ്ക്വയർ ഡിവൈഡർ ബൈ ആർ എന്ന് കിട്ടി. അതിന് വെട്ടാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാ, വെട്ടി പോവാ, ബാക്കി എന്ത് വരും? ഓക്കെ, ഇവിടെ വിയും ബി സ്ക്വയറിന്റെ സ്ക്വയറും വെട്ടാം. അപ്പം ബാക്കി എന്താ ഉണ്ടാവുക? ക്യൂ ബി ഈക്വൽ ടു എം ബി ഡിവൈഡർ ബൈ ആർ എന്ന് കിട്ടി. ഓക്കെ, ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യാം, റേഡിയസ് കാണണം, അതായത് ആർ കാണണം. അപ്പൊ ആർ ഈക്വൽ ടു എന്താവും? എം വി ഡിവൈഡർ ബൈ ക്യൂ ബി എന്ന് കിട്ടി. അപ്പൊ റേഡിയസ് എന്ന് പറഞ്ഞാൽ എം വി ഡിവൈഡർ ക്യൂ ബി. അതായത് ഒരു ചാർജ് പാർട്ടിക്കിൾ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന അതിന്റെ അല്ലെങ്കിൽ ആ സർക്കുലർ പാത്തിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്താ? എം വി ഡിവൈഡർ ബൈ ക്യൂ ബി എന്നാണ്. ഓക്കെ, അപ്പൊ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് കാണാൻ പറഞ്ഞത് ഫ്രീക്വൻസി കാണണം. ഓക്കെ, അപ്പൊ ഫ്രീക്വൻസി കാണാം, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അതിൽ അടുത്ത പേജിൽ എഴുതാം ബാക്കി. ഓക്കെ, അപ്പം ഫ്രീക്വൻസി കാര്യങ്ങൾ നമുക്ക് കാണണം. ഓക്കെ, അപ്പം ഫ്രീക്വൻസിയാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ഉള്ളോ കയ്യിൽ? ആർ ഇസിക്കൽ ടു എം വി ഡിവൈഡർ ബൈ ക്യൂബ് ആണ്. ആർ ഇസിക്കൽ ടു എം വി ഡിവൈഡർ ക്യൂബ് ആണ്. ഓക്കെ, നമുക്ക് ഒറ്റ കാര്യം നമുക്ക് അറിയുള്ളൂ. ശ്രദ്ധിക്കുക, റേഡിയസ് ആർ ഇസിക്കൽ ടു എം വി ബൈ ക്യൂബ് ആണ്. ഓക്കെ, നമുക്കറിയാം. അപ്പം നമുക്ക് പറയാം ടൈം പീരീഡ് പറഞ്ഞാല്. ഓക്കെ, ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ടൈം പീരീഡ് കാണണം. ഓക്കെ, ശ്രദ്ധിക്കുക, അപ്പൊ ടൈം പീരീഡ് പറഞ്ഞാൽ ഒരു ചാർജ് പാർട്ടിക്കിൾ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യാണ്. ശ്രദ്ധിക്കുക, അങ്ങനെയാണെങ്കിൽ ഒരു വട്ടം മൂവ് എടുക്കുന്ന സമയത്തെ പറയുന്ന പേരാണ് ടൈം പീരീഡ്. എന്താ ചെയ്യുക? ടി എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? അപ്പൊ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ടി ഇസിക്കൽ ടു എന്താ? ഡിസ്റ്റൻസ് ഡിവൈഡർ ബൈ ടൈം എന്നാണ്. അതായത് ഡിസ്റ്റൻസ് ഡിവൈഡർ ബൈ വെലോസിറ്റി എന്നാണ്. ഓക്കെ, അപ്പൊ ടൈം പീരീഡ് ടി ഇസിക്കൽ ടു എന്താ? ഡിസ്റ്റൻസ് ഡിവൈഡർ ബൈ എന്ത് ചെയ്യുക? വെലോസിറ്റി എന്നാണ്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് ഡിവൈഡർ ബൈ വെലോസിറ്റി എന്ന് പറയുന്ന ടൈം എന്ന് പറയാം. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു വട്ടം കറങ്ങാനുള്ള ഡിസ്റ്റൻസ് അതിനാണെന്ന് പറയാം സർക്കിളിന്റെ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ എന്ന് പറയാം. ഇക്വൽ ടു എന്താ? സർക്കംഫറൻസ് ഡിവൈഡർ ബൈ എന്ത് ചെയ്യുക? വെലോസിറ്റി എന്നാണ്. അപ്പൊ സർക്കംഫറൻസ് ഡിവൈഡർ ബൈ വെലോസിറ്റിയെ പറയുന്ന പേരാണ് ടൈം എന്ന് പറയാം. ഓക്കെ, അപ്പൊ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? 2πr ഡിവൈഡർ ബൈ വി എന്നാണ്. ക്ലിയർ ആണല്ലോ? 2π ബൈ വി ഇൻറ്റു നമുക്ക് എന്ത് കിട്ടിയ ആറിന് ഇക്വേഷൻ എം വി ഡിവൈഡർ ബൈ ക്യൂബി എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ വെട്ടിപ്പോകാനുള്ള കാര്യങ്ങൾ നമ്മൾ വെട്ടിപ്പോവാ. ഈ വിയും നമ്മൾ എന്ത് ചെയ്യാ? വെട്ടിപ്പോവാ. ഓക്കെ, അപ്പം ബാക്കി എന്താ ഉണ്ടാവുക നോക്കാം. 2πm ഡിവൈഡർ ബൈ ക്യൂബി, 2πm ഡിവൈഡർ ബൈ ക്യൂബി നമുക്ക് കിട്ടി. അതാണ് എന്ത് ചെയ്യുക? ടൈം പീരീഡിന്റെ ഇക്വേഷൻ. അപ്പൊ ടൈം പീരീഡ് ടി ഇസിക്കൽ 2πm ഡിവൈഡർ ബൈ ക്യൂബി കിട്ടി. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കാണേണ്ടത് അതിന്റെ ഫ്രീക്വൻസി ആണ് കാണേണ്ടത്. ഓക്കെ, അപ്പൊ ടൈം പീരീഡ് കിട്ടി, അതുപോലെ തന്നെ ഫ്രീക്വൻസി കാണണം. അപ്പൊ ഫ്രീക്വൻസി എപ്പോഴും എന്ത് ചെയ്യുക? ടൈം പീരീഡ് ഇൻവേഴ്സ്ലി ആയിട്ട് പ്രൊപ്പോർഷണൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ പ്രകാരം എഴുതാം. എഫ് ഇസിക്കൽ 1/t അല്ലേ? അപ്പൊ നേരെ തിരിച്ചിട്ടാൽ മതി, ടൈം പീരീഡിനെ തിരിച്ചിട്ടാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫ്രീക്വൻസി എഫ് ഇസിക്കൽ എന്താ? QB ബൈ 2πm. എന്താണ് ഫ്രീക്വൻസി? എഫ് ഇസിക്കൽ എന്താ? 1/t ആണ്. ഈക്വൽ ടു എന്താ? QB ബൈ 2πm. അപ്പൊ QB ബൈ 2πm നമുക്ക് കിട്ടി.
അപ്പൊ എന്താ കിട്ടിയ ഒരു ചാർജ് പാർട്ടിക്കിൾ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അപ്പൊ അവിടെ ആ സർക്കുലർ പാത്തിന്റെ റേഡിയസ് കാണാൻ പഠിച്ചു, അതുപോലെ തന്നെ ഫ്രീക്വൻസി കാണാൻ പഠിച്ചു, അതുപോലെ തന്നെ ടൈം പീരീഡ് കാണാൻ പഠിച്ചു. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ കാണാൻ പഠിച്ചത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം കിട്ടിയല്ലോ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇതിന് ബാക്കി ഭാഗത്തേക്ക് പോകാം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പറഞ്ഞ ബയോഡ് സാവാർട്ട് ലോ. അപ്പൊ ഈ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോ ആണ് ബയോഡ് സാവാർട്ട് ലോ എന്ന് പറയും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഇവിടെ ഒരു ഇൻഫിനിറ്റ്ലി ലോങ് ആയിട്ടുള്ള ഒരു കറന്റ് കാര്യം കണ്ടക്ടർ എടുക്കണം. ഒരു ഇൻഫിനിറ്റ്ലി ലോങ്, അതായത് വളരെ വലിയ, വളരെ ഇൻഫിനിറ്റ്ലി ആയിട്ടുള്ള ലോങ് ആയിട്ടുള്ള ഒരു വയർ അല്ലെങ്കിൽ ഒരു വയറോ അല്ലെങ്കിൽ കണ്ടക്ടർ കൺസിഡർ ചെയ്യാണ്. ശ്രദ്ധിക്കുക, ഈ കണ്ടക്ടറിലൂടെ ഒരു കറന്റ് പാസ് ചെയ്യാണ്, ഒരു ഐ എന്നുള്ള കറന്റ് പാസ് ചെയ്യാണ്. ഓക്കെ, ഈ ഇൻഫിനിറ്റി ലോങ് ആയിട്ടുള്ള ഒരു വയറിലൂടെ ഒരു കറന്റ് പാസ് ചെയ്യാണ്. ശ്രദ്ധിക്കുക, നമുക്കറിയാം ഒരു കണ്ടക്ടറിലൂടെ കറന്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചുറ്റും എന്ത് ചെയ്യുക, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, അതിന് ചുറ്റുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പം ബയോഡ് സാവാർട്ട് ലോയിൽ കാണുന്നത് എന്താ വെച്ചാൽ ഒരു കണ്ടക്ടറിലൂടെ കറന്റ് കടന്നു പോയി കഴിഞ്ഞാൽ അതിന് ചുറ്റുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, ബയോഡ് സാവാർട്ട് ലോ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ശ്രദ്ധിക്കുക, അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്. അപ്പം എന്താണ് പറഞ്ഞത്, ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡിൽ ഞാനൊരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്. ആ പോയിന്റ് ആണ് പി. ഓക്കെ, ശ്രദ്ധിക്കുക, അപ്പൊ എന്താ പറഞ്ഞത്, ഒരു കണ്ടക്ടറിലൂടെ കറന്റ് കടന്നു പോവുകയാണ്. അപ്പൊ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പൊ ആ മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ വേണ്ടിയിട്ട് ബയോഡ് സാവാർട്ട് ലോ യൂസ് ചെയ്യാം. അപ്പൊ ഈ മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ വേണ്ടിയിട്ട് അതിന്റെ മാഗ്നറ്റിക് ഫീൽഡിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യാം. ആ പോയിന്റും ഈ കണ്ടക്ടറും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത് ചെയ്യുക, R. ഓക്കെ, R. അപ്പൊ ഞാൻ ഒന്നുകൂടി വരയ്ക്കാം. ഈ പോയിന്റ് ഇവിടേക്ക് വരയ്ക്കാം. ഒരു പോയിന്റ് പി ഉണ്ട്. അപ്പൊ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത് ചെയ്യുക, R. ഓക്കെ, ഇവ തമ്മിലുള്ള ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എന്ത് ചെയ്യുക, ഡി തീറ്റ. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ സപ്പോസ് എനിക്ക് എന്ത് ചെയ്യാം, ആ ഒരു ടോട്ടൽ ലെങ്ത് ഓഫ് ദ ഇൻഫിനിറ്റി ലോങ് വയറിന്റെ അല്ലെങ്കിൽ കണ്ടക്ടറിന്റെ ലെങ്ത് കാണുന്ന പറയാം. അതിന് ലെങ്ത് എന്ന് പറഞ്ഞാൽ L എന്ന് വിചാരിക്കാം. ടോട്ടൽ ലെങ്ത് L ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ ടോട്ടൽ എത്ര ലെങ്ത് ആണ് കിട്ടിയത് ആ ലെങ്ത്തിനാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ് നമുക്ക് കിട്ടുക. അപ്പൊ ടോട്ടൽ ലെങ്ത് ഇൻഫിനിറ്റി ലോങ് ആയിട്ട് നമുക്ക് ചെയ്യാം, കാണാൻ പ്രയാസമാണ്. അപ്പൊ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യാം, ആ ഒരു കുഞ്ഞു ലെങ്ത് അല്ലെങ്കിൽ ചെറിയൊരു ലെങ്ത് നമ്മൾ കൺസിഡർ ചെയ്യാണ്. അപ്പൊ ചെറിയൊരു ലെങ്ത് ഞാൻ ഇവിടെ എടുക്കാൻ പോവാണേ. ഒരു ചെറിയൊരു ലെങ്ത്, ആ ലെങ്ത് ആണ് DL. ഓക്കെ, അങ്ങനെ ചെറിയൊരു ലെങ്ത് എടുക്കണം. അപ്പൊ ചെറിയൊരു ലെങ്ത് എടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും എങ്ങനെയായിരിക്കും, ചെറിയൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ. അപ്പൊ ചെറിയൊരു ലെങ്ത്തിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ചെറിയൊരു മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അങ്ങനെ ആ ചെറിയൊരു മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാണ് DB. എന്താണ്, DB. ക്ലിയർ ആണല്ലോ. അപ്പൊ ചെറിയൊരു മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ നമുക്ക് കിട്ടുക നോക്കാം. ഓക്കെ, സപ്പോസ് ഈ ബയോഡ് സാവാർട്ട് ലോയില് നമ്മൾ ശ്രദ്ധിക്കുക, ഈ ചെറിയൊരു മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾക്ക് പ്രൊപ്പോർഷനാലിറ്റി കാണിക്കുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഏതൊക്കെ കാര്യങ്ങളാണ് ഇത് ഡയറക്ട്ലി ആയിട്ട് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഡയറക്ട്ലി, അതായത് മാഗ്നറ്റിക് ഫീൽഡ്, ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് DB എന്ന് പറയുമ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറന്റിനെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുപോലെ തന്നെ DB എന്ത് ചെയ്യുക, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്മോൾ ലെങ്ത് പ്രൊപ്പോർഷണൽ ആണ്. അതുപോലെ തന്നെ DB ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ പോയിന്റ് P ആൻഡ് ദ കണ്ടക്ടർ. ആ പോയിന്റ് പിയും കണ്ടക്ടറും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിന് എന്ത് ചെയ്യുക, സൈൻ ഓഫ് ദ ആംഗിൾ എന്ത് ചെയ്യുക, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് DB സൈൻ തീറ്റ. ഓക്കെ, പിന്നെ DB എന്ത് ചെയ്യുക, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു, അതായത് സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് P ആൻഡ് ദ കണ്ടക്ടർ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കിട്ടിയത്. ഓക്കെ, അപ്പൊ സാവാർട്ട് ലോ എന്ത് ചെയ്യുക, പ്രൊപ്പോർഷണാലിറ്റി കാണിക്കണം, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണാലിറ്റി കാണിക്കുന്ന കാര്യങ്ങളൊക്കെ കിട്ടി. ഇവ നമ്മൾ എന്ത് ചെയ്യുക, ഇനി ഒരുമിച്ച് എഴുതി നോക്കാം. അങ്ങനെയാണെങ്കിൽ DB ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇവിടെ ഉണ്ടാകുന്ന I, പിന്നെ അതുപോലെ തന്നെ DL ചെയ്ത, പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള സൈൻ തീറ്റ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിവൈഡഡ് ബൈ R² എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ. ഇപ്പൊ നമുക്ക് എന്താ കിട്ടിയത്, ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈനാണ് കിട്ടിയത്. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈനെ നമുക്ക് എന്ത് ചെയ്യാം, ഈക്വൽ ടു സൈനാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റന്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ DB ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ കോൺസ്റ്റന്റ് ആണ് എഴുതാൻ പോണത്. DB ഈക്വൽ ടു μ0 ഡിവൈഡഡ് ബൈ 4π IDL സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ R². അപ്പൊ DB ഈക്വൽ ടു μ0 ബൈ 4π IDL സൈൻ തീറ്റ ബൈ R². ഇതാണ് നമ്മൾ എന്ത് ചെയ്യുക, ബയോഡ് സാവാർട്ട് ലോ എന്ന് പറയാം. എന്താണ് ബയോഡ് സാവാർട്ട് ലോ എന്ന് പറയാം. അപ്പൊ DB ഈക്വൽ ടു μ0 ബൈ 4π IDL സൈൻ തീറ്റ ബൈ R² എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്, ചെറിയൊരു മാഗ്നറ്റിക് ഫീൽഡ് ആണ് കിട്ടിയത് അല്ലേ. അപ്പൊ ഒരു ചെറിയൊരു ലെങ്ത് എടുക്കുക, ആ ചെറിയൊരു ലെങ്ത്തിൽ ഉണ്ടാവുന്ന കറന്റ് കടന്നു പോകുമ്പോൾ അവിടെ ചുറ്റുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ് നമുക്ക് കിട്ടിയത്.
ഇനി നമ്മൾ പഠിക്കേണ്ടത് ഇപ്പൊ വലിയ വയറാണല്ലോ, അപ്പൊ വലിയ വയറാണ്, അപ്പൊ ടോട്ടൽ ലെങ്ത് ആണ്. അപ്പൊ ടോട്ടൽ ലെങ്ത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ വേണ്ടിയിട്ട്, അതായത് ചെറിയൊരു ലെങ്ത് കിട്ടി കഴിഞ്ഞാൽ ടോട്ടൽ ലെങ്ത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെക്നിക്കാണ് ഇന്റഗ്രേഷൻ എന്ന് പറയാം. അപ്പൊ ഇന്റഗ്രേഷൻ നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു മിനിറ്റ് നമുക്ക് നോക്കാം, ഇന്റഗ്രേഷൻ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ കിട്ടിയത് dB = എന്താണ്, μ0/4π ഐഡിയൽ സൈൻ തീറ്റ ഡിവൈഡർ r² ആണ്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രൽ dB = μ0/4π ഐഡിയൽ സൈൻ തീറ്റ ഡിവൈഡർ ബൈ r². ഇത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, അതാണ് ശരിക്കും എന്ത് ചെയ്യുക, ടോട്ടൽ ലെങ്ത് ഓഫ് ദ വയർ എന്ന് പറയാം, ടോട്ടൽ ലെങ്ത് എന്ന് പറയാം. ഈ ടോട്ടൽ ലെങ്ത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് കിട്ടുന്നത്. അതായത് ആ ടോട്ടൽ ആയിട്ട് ഇൻഫിനിറ്റി ലോങ്ങത്ത് വയറിന്റെ ചുറ്റുമുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷനാണ് ഇന്റഗ്രൽ dB = μ0/4π ഇന്റഗ്രൽ ഐഡിയൽ സൈൻ തീറ്റ ഡിവൈഡ് ബൈ r² എന്ന് പറയാം. ഓക്കെ, ഇതാണ് ബയോട്ട് സാവാർട്ട് ലോ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇതാണ് ബയോട്ട് സാവാർട്ട് ലോ. ഓക്കെ, ഇവിടെ μ0 എന്ന് പറഞ്ഞാല് പെർമിയബിലിറ്റി ഓഫ് എ ഫ്രീ സ്പേസ്, പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് അല്ലെങ്കിൽ വാക്കത്തിന്റെ പെർമിയബിലിറ്റിയെ പറയുന്ന പേരാണ് μ0 എന്ന് പറയാം. ഈ വാല്യൂ ഓഫ് μ0 എന്ന് പറഞ്ഞാല് 4π × 10⁻⁻⁷ ആണ്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂ ഓഫ് μ0/4π എന്ന് പറഞ്ഞാൽ, ഓക്കെ, ഈ μ0ന്റെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 4π × 10⁻⁻⁷ ഡിവൈഡഡ് ബൈ നമ്മൾ എന്ത് ചെയ്യാം, 4π ഒന്നും. ഓക്കെ, അപ്പൊ ഈ 4πയും ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പൊ 4πയും വെട്ടിപ്പോയി. അപ്പൊ നമുക്ക് എന്താ 10⁻⁷ കിട്ടി. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടി, ആ μ0/4π എന്നുള്ള വാല്യൂ എന്ത് കിട്ടി, 10⁻⁷ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതി കൂടെ, പ്രോബ്ലത്തിൽ യൂസ് ചെയ്യാം. ഇന്റഗ്രൽ dB = 10⁻⁷ ഇൻറ്റു ഐഡിയൽ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ r² കിട്ടി. ഓക്കെ, അപ്പൊ ഈ പ്രോബ്ലം ഒക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, μ0/4πന്റെ വാല്യൂ 10⁻⁷ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഇതാണ് ബയോട്ട് സാവാർട്ട് ലോ കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ബയോട്ട് സാവാർട്ട് ലോയുടെ ബെറ്റർ ഫോം ആണ്. ഓക്കെ, അതായത് ബെറ്റർ ഫോം ഓഫ് ബയോട്ട് സാവാർട്ട് ലോ ആണ് നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിലേക്കൊന്ന് പോകാം. ബെറ്റർ ഫോം ഓഫ് ബയോട്ട് സാവാർട്ട് ലോ. ഓക്കെ, അപ്പം ഇപ്പൊ നമുക്ക് കിട്ടിയ ഇക്വേഷൻ നമ്മളൊന്ന് എടുത്തെഴുതാം. ഓക്കെ, അപ്പൊ ഇക്വേഷൻ എന്തായിരുന്നു, ഇന്റഗ്രൽ dB = μ0/4π ഐഡിയൽ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ r² എന്നാണ്. dB = μ0/4π ഐഡിയൽ സൈൻ തീറ്റ ബൈ r² എന്നാണ്. ഓക്കെ, ഇതിന്റെ വെക്റ്റർ ഫോം എന്ന് പറയാം. ശ്രദ്ധിക്കുക, എഴുതുമ്പോ ഇന്റഗ്രൽ dB = μ0/4π അങ്ങനെ തന്നെ എഴുതി. ഓക്കെ, ഈ I × dl ക്രോസ് സൈൻ തീറ്റ ടീച്ചേഴ്സ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ പോയിന്റ് P ആൻഡ് ദ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ അല്ലേ. ഓക്കെ, അപ്പൊ അത് അങ്ങനെയാണെങ്കിൽ ഐഡിയൽ സൈൻ ടീച്ചേഴ്സ് ആ ആംഗിൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഈ P എന്ന പോയിന്റും, അതായത് നമ്മളിവിടെ വരച്ചില്ലേ, ഓക്കെ, ഈ P എന്ന പോയിന്റും ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് R എന്ന് പറയാം. ഓക്കെ, അപ്പൊ അത് ഇവ തമ്മിലുള്ള ആംഗിൾ ആണ് dθ. അങ്ങനെ dθയും Pയും തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് ആണ് R. അങ്ങനെ ഐഡിയൽ സൈൻ തീറ്റ ഇൻറ്റു R r ഡിവൈഡഡ് ബൈ r² എന്ന് കിട്ടി. ഓക്കെ, എന്താ കിട്ടി, ഐഡിയൽ സൈൻ തീറ്റ r ഡിവൈഡഡ് ബൈ r² എന്ന് കിട്ടി. ഓക്കെ, ഇപ്പൊ ഇതിനൊന്നും കൂടി ചെയ്താൽ ഇത് r² ഇൻറ്റു r² എന്ന് കിട്ടി. ഓക്കെ, ഇനി എന്ത് ചെയ്തു, നമുക്കറിയാം r എന്ന് പറയുമ്പോൾ r r വെക്റ്റർ ഡിവൈഡഡ് ബൈ r എന്നാണ്. r r വെക്റ്റർ ഡിവൈഡഡ് ബൈ r എന്നാണ്. അങ്ങനെയാണെങ്കിൽ μ0 ഡിവൈഡഡ് ബൈ 4π നമുക്കൊന്നും കൂടി ചെയ്താൽ μ0 ഡിവൈഡഡ് ബൈ 4π ഐഡിയൽ ഇൻറ്റു r അല്ലേ, r ക്രോസ് r ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക, r. ഓക്കെ, ബയോട്ട് സാവാർട്ട് ലോ. ഓക്കെ, അപ്പം ബയോട്ട് സാവാർട്ട് ലോയിൽ വെക്റ്റർ ഫോം ആണ് പറഞ്ഞത്. ഓക്കെ, അപ്പം dB = I × dl എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, ഒരു ക്രോസ് ഇത് കൊടുക്കുക, വെക്റ്റർ ഫോം കൊടുക്കുകയും ക്രോസ് r/r³ എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് വാട്ട് ആർ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൂളംസ് ലോ ആൻഡ് ബയോട്ട് സാവാർട്ട് ലോ. ഓക്കെ, ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ കൂളംസ് ലോ അതുപോലെ തന്നെ ബയോട്ട് സാവാർട്ട് ലോ ഈ രണ്ടും തമ്മിലിന്റെ റിലേഷൻഷിപ്പ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ കൂളംസ് ലോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഫിസിക്കൽ ടു 1/4πε0 q1 q2 r². അതുപോലെ തന്നെ ബയോട്ട് സാവാർട്ടിന് dB = μ0/4π ഐഡിയൽ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ r³. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ സിമിലാരിറ്റിയും പറയണം, ഡിസിമിലാരിറ്റിയും പറയണം.
അത് നമ്മൾ പറയാൻ പോകുന്നത് സിമിലാരിറ്റീസ് ആണ്. എന്താണ് സിമിലാരിറ്റീസ്? അപ്പം ഫസ്റ്റ് വണ്ണാണ് സിമിലാരിറ്റീസ്. ഓക്കെ, സിമിലാരിറ്റീസ് പറയണം. ഓക്കെ, അപ്പം ശ്രദ്ധിക്കുക, സിമിലാരിറ്റീസ് പറയുമ്പോൾ കൂളംസ് ലോയും വേണം, ന്യൂട്ടൺസ് ലോ. അപ്പൊ കൂളംസ് ലോ എന്തിനി ഫിസിക്കൽ ടു 1/4πε0 Q1 Q2 r² എന്ന് കിട്ടി. അതാണ് കൂളംസ് ലോ. അതുപോലെ തന്നെയുള്ള ഇൻവേഴ്സ് ഓക്കെ ബയോട്ട് സവാർട്ട് ലോ dB എന്താ നമ്മൾ എ കോൺസ്റ്റന്റ് ഇൻറ്റു ഐഡിയൽ സൈൻ തീറ്റ ഡിവൈഡ് ബൈ r² ഇൻറ്റു μ0/4π എന്നുണ്ടല്ലോ. ഓക്കെ, ശ്രദ്ധിക്കാം, ഇവ എങ്ങനെയായിരിക്കും? ഒരു ഇൻവേഴ്സ് സ്ക്വയറിലാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇവ ബോത്ത് എന്ത് ചെയ്യുക ഡിവൈഡ് ബൈ ഇൻവേഴ്സ് സ്ക്വയറിലാണ് ഈ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഡിവൈഡ് ബൈ r² എന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇവ ഫോളോ ചെയ്യുന്നത് ഒരു ഇൻവേഴ്സ് സ്ക്വയർ ലോ ആണ്. അതായത് ബോത്ത് ഓഫ് ദം ഒബേ ഇൻവേഴ്സ് സ്ക്വയർ ലോ. അപ്പം ബോത്ത് ഓഫ് ദ ഒബേ ഇൻവേഴ്സ് സ്ക്വയർ ലോ, ഇവ ബോത്തും ഒബേ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം ഫസ്റ്റ് സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ ഇവ രണ്ടും ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ത് ചെയ്യുക ഒബേ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ സിമിലാരിറ്റിയിലേക്ക് പോകാം. ബോത്ത് ഒബേ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. നമ്മൾ സൂപ്പറും പൊസിഷൻ പ്രിൻസിപ്പിളും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചിട്ടുണ്ട്, പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ ഇവ രണ്ടും ഒബേ ചെയ്യുന്നുണ്ട്. അതായത് ബോത്ത് കൂളംസ് ലോ ആൻഡ് ബയോട്ട് സവാർട്ട് ലോ ഒബേ ചെയ്യുന്നുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കാം. ഓക്കെ, അപ്പം സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സോഴ്സ് ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റോസ്റ്റാറ്റിക് ഫോഴ്സസ് ആർ ലീനിയർ. ഓക്കെ, ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റോസ്റ്റാറ്റിക് ഫോഴ്സസിന്റെ സോഴ്സസ് എന്ത് ആയിരിക്കാം? ലീനിയർ ആയിരിക്കും. അപ്പം ഇലക്ട്രിക് ഫോഴ്സിന് മാഗ്നറ്റോസ്റ്റാറ്റിക് സോഴ്സസ് എന്താ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അപ്പം ഇലക്ട്രിക് ചാർജസിന് ഇതിന് ഫോഴ്സസിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ രണ്ടിന്റെ സോഴ്സ് എന്ത് ചെയ്യുക തുല്യമായിരിക്കും, അതായത് അല്ലെങ്കിൽ ലീനിയർ ആയിരിക്കും, രണ്ടും ലീനിയർ ആയിരിക്കും. ഈ കാര്യങ്ങളാണ് പറയുന്നത്. അതായത് സോഴ്സ് ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫോഴ്സ് ആർ ലീനിയർ. ഈ കാര്യങ്ങളാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ 3 പോയിന്റ് ആണ് സിമിലാരിറ്റി ആയിട്ട് നമ്മൾ പറയേണ്ടത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡിസിമിലാരിറ്റി കാര്യങ്ങളൊക്കെ നോക്കണം. എന്താണ് ഡിസിമിലാരിറ്റി? അപ്പൊ ഡിസിമിലാരിറ്റി എന്താ നോക്കാം. ഓക്കെ, അപ്പൊ കൂളംസ് ലോ ശ്രദ്ധിക്കാം. ഈ കൂളംസ് ലോ അതുപോലെ തന്നെ ബയോട്ട് സവാർട്ട് ഡിസിമിലാരിറ്റി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ശ്രദ്ധിക്കാം. സോഴ്സ് ഈ സ്കാലാർ. സോഴ്സ് എന്ത് ചെയ്യുക? അപ്പൊ ഈ കൂളംസ് ലോയിൽ സോഴ്സ് എപ്പോഴും സ്കാലാർ ആയിരിക്കും. അതുപോലെ തന്നെ ബയോട്ട് സവാർട്ട് ലോയിൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ വെക്ടർ ആയിരിക്കും. ഓക്കെ, അപ്പൊ സോഴ്സ് സ്കാലാർ വെക്ടർ എന്ന് പറയുമ്പോൾ അപ്പോൾ ഇവിടെ ഈ കൂളംസ് ലോയിലെ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ചാർജ് അല്ലേ? അത് ഇലക്ട്രിക് ചാർജ് ആണ് കൂളംസ് ലോയിലെ സോഴ്സ് എന്ന് പറയാം. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ബയോട്ട് സവാർട്ട് ലോയിലെ സോഴ്സ് എന്ന് പറഞ്ഞാൽ മൂവിങ് ചാർജസ് ആണ്. അപ്പം മൂവിങ് ചാർജസ് ആണ് എന്ത് ചെയ്യുക? ഇവിടെ ഉണ്ടാവുന്ന സോഴ്സ് എന്ന് പറയാം. അപ്പം ഇലക്ട്രിക് ചാർജ് സ്കാലാർ ആണ് ഏതിൽ? കൂളംസ് ലോയില്. അതുപോലെ തന്നെ ബയോട്ട് സവാർട്ട് ലോയില് നമ്മൾ എന്ത് ചെയ്യുക? മൂവിങ് ചാർജസ് എന്ത് ചെയ്യുക? വെക്ടർ ആണ്. ആ കാര്യങ്ങളാണ് പറയേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ശ്രദ്ധിക്കുക, ഈ കൂളംസ് ലോയില് ആംഗിളിനെ കുറിച്ചോ കാര്യങ്ങളെ കുറിച്ചോ ഒന്നും പറയുന്നില്ല. കാരണം എന്താ? F = 1/4πε0 Q1 Q2 r² ആണ്. അവിടെ ആംഗിളിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ഇൻഡിപെൻഡന്റ് ഓഫ് ആംഗിൾ ആണ്. ആംഗിളിനെ കുറിച്ചൊന്നും കൂളംസ് ലോയിൽ പറയുന്നില്ല. അതുപോലെ തന്നെ ബയോട്ട് സവാർട്ട് ലോ എന്ത് ചെയ്യുക? അവിടെ ആംഗിളിനെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം എന്താ? ബയോട്ട് സവാർട്ട് ലോ dB ഐഡിയൽ സൈൻ തീറ്റ ഡിവൈഡ് ബൈ r². സൈൻ തീറ്റ ആംഗിളിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് ഡിപ്പെൻസ് അപ്പോൺ ആംഗിൾ. ഓക്കെ, കൂളംസ് ലോ ഡസ് നോട്ട് ഡിപ്പെൻസ് ഓഫ് ആംഗിൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ 4th മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന ചാപ്റ്ററിന്റെ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അടുത്തൊരു ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത പാർട്ടിൽ കാണും. അതുവരെ ഗുഡ് ബൈ.